Hi dears. Hi dears, welcome back to our channel കുട്ടനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ്. അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ ഒരു ഊഹം ഉണ്ടോടാ? നീ എന്തൊക്കെയാ ഒപ്പിക്കുന്നത് ആർക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ വലിയ ഷെഫൊന്നുമല്ല. അപ്പം എന്താണ് ഒരു ചെറിയൊരു പരീക്ഷണം കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം ശരി. പഫ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. നടക്കുമോന്നൊന്നും അറിയത്തില്ല, നോക്കാം നമുക്ക്. ഞാൻ വിചാരിച്ചു മറ്റേ ഇലയുടെയോ അങ്ങനെ എന്തോ സംഭവമില്ലേ. തൽക്കാലം അങ്ങനെ വിചാരിച്ചാൽ മതി. എന്നാപ്പോ ഇലയപ്പം. ആ ഇലയപ്പം പോലെ തന്നെ ഇരിക്കുന്നു. ഇതെന്നിട്ട് എന്നാ എടുക്കും? ഇപ്പൊ നോയമ്പായതുകൊണ്ട് നമുക്ക് ബനാന അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ എഗ് പഫ്സ്, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ എന്താവോ അതാണ് ഈ ഡിഷിൻ്റെ പേര് കേട്ടോ. സൈഡ് തന്നെ അങ്ങനെ വെക്കുന്നത് ചുമ്മാ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണ്ടേ, അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ഡിസൈൻ ആക്കാൻ മേലായിരുന്നു. മുഴുവത്തിലോ? വേണ്ട, ചുമ്മാ ഒരു പേര്. ഈ പരത്തുന്ന സാധനം എന്തുവാ? എടാ ഇത് ഇവിടെ വാങ്ങാൻ വേണ്ടി കിട്ടും. നമ്മുടെ പപ്സ് ഉണ്ടാക്കുന്ന ഇവര് പപ്സിനല്ല, ഇവർക്ക് ഇവിടുത്തെ ഈ പുള്ളയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ഇതുകൊണ്ടാണ്. ഇവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഈ സാധനം കിട്ടും. അപ്പോൾ ഞാൻ ഇച്ചിരി പരത്തുന്നതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കൊരു എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഞാൻ പരത്തുന്നത്. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. മുട്ടയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിൽ പപ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ വിൻ്റർ ആയതുകൊണ്ട് ഇരുട്ട് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ലൈറ്റൊക്കെയാണ് കുറച്ചൊരു മനസ്സിനൊരു കുളിർമയൊക്കെ നൽകുന്നത്. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്റ്റാർ കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. എല്ലാം വഴി ഇടണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല തടിയൊക്കെ കൊണ്ട് വലിയ പഴക്കം സ്റ്റാറും വലിയ സ്റ്റാറും പിന്നെ വലിയ നമ്മുടെ ക്രിസ്മസ് ട്രീ കൊണ്ടുള്ള ഡെക്കറേഷനും ഒക്കെ ചെയ്തു. നമുക്കിവിടെ താമസിക്കുന്നതുകൊണ്ട്, ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ലൈറ്റ് മേടിച്ച് ഒരു ക്രിസ്മസ് ട്രീയുടെ ആകൃതിയിൽ ഉണ്ടാക്കി. ക്രിസ്മസ് ട്രീയുടെ ആകൃതിയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഒരു ട്രൈ. നമ്മുടെ പുറത്തൊക്കെ നല്ലതായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ബനാന പപ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നോക്ക്, ഇനി ഇത് രുചിച്ച് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയുണ്ടെന്ന് പറയാൻ, അല്ലേ? എന്നിട്ട് നല്ല രസമില്ലേ കാണാൻ ഇച്ചപ്പ? നോക്ക്. അപ്പൊ ഇച്ച ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാൽ ഇത് സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇതാണ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള അകഭാഗം. ഏകദേശം ബനാന പപ്സിന്റെ പോണക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇച്ചു ടേസ്റ്റ് ചെയ്യുന്നോ ഫസ്റ്റ്? ഇല്ല, കഴിച്ചോ? ഫസ്റ്റ് ഞാൻ ചെയ്യണം അല്ലേ? നീ കഴിച്ച 5 മിനിറ്റ് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കുക. സൂപ്പർ. കുറച്ചൊരു മധുരത്തിന്റെ കുറവുണ്ട്, പക്ഷെ ബാക്കിയെല്ലാം കൊണ്ട് സെറ്റാണ്. നൊസ്റ്റാൾജിയ. ഇനി ചോദിക്കേ കഴിക്കേ.
അതിനുണ്ട്. ഇഷ്ടപ്പെട്ടോ? എത്ര മാർക്ക് തരും? ഒരു 8 മാർക്ക്. 10-ല് 2 മാർക്ക് എന്നാത്തിനാ പോയത്? ഞാനൊരു ജഡ്ജല്ലേ, അപ്പോൾ 2 മാർക്ക് കുറയ്ക്കാണ്. അങ്ങനെ 2 മാർക്ക് ഒരിക്കലും ഞാൻ കൊടുക്കത്തില്ല. അപ്പൊ ശരി, ബൈ. നമ്മുടെ ബനാന പപ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, പാളിപ്പോയില്ല. അപ്പൊ ഇതിന്റെ പേര് ബനാന പപ്സ് എന്ന് തന്നെ അല്ലേ? ഫിക്സ് ചെയ്ത് ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പപ്സ് കഴിക്കാൻ വായോ. പെട്ടെന്ന് തീർന്നതിന് വരണം കേട്ടോ. അപ്പൊ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ അടുത്ത വീഡിയോ ഇതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ കാണാം.